ഹായ് ഗൈസ്, നമുക്ക് വണ്ടി ഏതാ എന്താന്നൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ നമ്മളിങ്ങനെ പോണേണ്, എവിടെയെന്ന് അറിയില്ല. അതിരമ്പള്ളി എത്തുമെന്ന് രൂപയുള്ളൂ ഗൈസ്, സാലറി കിട്ടിയിട്ടില്ല. തെണ്ടിട്ടൊക്കെയാണ് പോണത്. 1000 രൂപക്കാണ് നമ്മൾ പോണത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതിരമ്പള്ളി പോവാൻ നമുക്ക് കടന്നത് അപ്പൊ നമ്മള് ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഏതോ ഒരു മെസ്സേജർ ഇരിപ്പുണ്ട് അതിരമ്പള്ളിയിലെന്നാ പറഞ്ഞത്. വലിയ ആള് വിളിച്ച് മറ്റുള്ള ബസ്സൊക്കെ എത്തി. അതിരപ്പള്ളിയിൽ എത്താറായി. ഈ ബസ് അത്ര ഇതുവരെ സ്റ്റാർട്ടും ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഏകദേശം 28 കിലോമീറ്റർ കാണിക്കാം. ഞാൻ അതിരപ്പള്ളിയിൽ എത്തിയിട്ട് കാണാം. ഒന്ന് കുറച്ച് ഉറങ്ങണം. പറപ്പിക്കണ്ടേ? പഞ്ഞില്ലല്ലോ വൈബ് തന്നെ. അതെ, കാരണം ഒരുപാട് മുടി വറക്കുന്നുണ്ട്. ഞങ്ങള് ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടുത്താരല്ലോ. കറക്റ്റ്. സോ ഇപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര ചെലവൊന്നും ആയിട്ടില്ല. ഒരു 3000. നമുക്ക് ഞങ്ങൾക്ക് ആകെ 246 രൂപയായി. അവിടുന്ന് KSRTC. ആർഭാടം കാണിച്ചോണ്ടാണ്. നോർമലി വരേണ്ടത് ഞങ്ങൾ യൂസ് ചെയ്തോണ്ടാണ്. ഇവിടുന്ന് ജസ്റ്റ് 80 രൂപ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വെരി പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നല്ലേ. 1000 രൂപ ഉണ്ടെങ്കിൽ 2000 കൂട്ടാറാന്നുള്ളത്. പിന്നെ ഞങ്ങള് അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. കാരണം ഞങ്ങളുടെ എനർജി പറഞ്ഞ ഫുഡാണ്. ബാറ്ററി ലെവലാണ് ഇപ്പോൾ. കൊടും കാടാണ്. അതിരമ്പള്ളിയിലേക്ക് തന്നെ എത്താ പോണേ. അപ്പോ നമ്മള് വൈകുന്നേരത്തുള്ളിൽ എത്തണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. മിക്കവാറും ആനേനൊക്കെ കാണാൻ തോന്നും. ആനനല്ല, പുലിനെ കാണാൻ പറ്റും. കാരണം പാറക്കല്ലൊക്കെ കണ്ട്. അപ്പൊ പുലി പാറക്കല്ലിന്റെ മേലെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങള് കാണിച്ചു തരുന്നതിന് മുമ്പ് ബെല്ലൈക്കൺ നമ്മൾ എത്താറായിട്ടുണ്ട്. ഒരു ഏകദേശം 1 കിലോമീറ്റർ എത്തി. ഞങ്ങളെത്തി ഫൈനലി. ഒന്നും കണ്ട് പേടിക്കണ്ട, കാരണം നല്ല ടച്ചപ്പ് ചെയ്യുന്നതാണ്. I don't want touch-up because this is my old thing, you know. But ഇവൾക്ക് touch-up ചെയ്യണം. So guys, മഴ പെയ്യൂല്ല എന്നൊരു ഇതുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് മഴ പെയ്യണം. അവിടെ തെന്നി വീഴണം. ഗൈസ്, ഞങ്ങളെത്തി. ഫുഡ് കഴിച്ചില്ല, കാരണം നടക്കണമല്ലോ. ഒരു മാങ്ങ മാത്രം കഴിച്ചു. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ചിപ്സ് മേടിച്ച് പോണ വഴിക്ക് ഇങ്ങനെ നന്ദി പോവാന്ന് വിചാരിച്ചു. സോ വി ഹാവ് റീച്ച് ഫൈനലി. എവിടേക്കാ ഓടിപ്പോണേ? അതായത് അവക്ക് ഫുൾ സ്റ്റാമിനയാന്നും പറഞ്ഞ് ഓടുണ്ട്. കൂടുതലാണെങ്കിലേ ഉള്ളൂ. വൈബടിച്ച് തുള്ളി പോണ്ട്. എന്താന്നറിയില്ല. ഇത് സമയം ഞങ്ങളുടെ കോലം കണ്ട. അപ്പൊ കുളിച്ചു. ഞങ്ങൾക്ക് ഇനി കുളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അത്രയേറെ കുളിച്ചു കഴിഞ്ഞു. കേറട്ടെ. മല കയറാൻ വേണ്ടി പോണേന്ന്. മലയാണോ കുന്നാണോ അറിയില്ല.
അടുത്ത വളവിൽ വെച്ച് വീണ്ടും കാണാം. ഇതിന് അത്രയും ഒട്ടും എളുപ്പമല്ല, ഒട്ടും കാരണം ഒട്ടും പറ്റുന്നില്ല. പറ്റുന്നില്ല ചത്തു. ഓരോ ടേണിങ് എത്തുമ്പോൾ നമ്മളായിട്ട് നിർത്തിക്കണേന്ന്. അതാ നിങ്ങൾക്ക് നല്ലത്. സോ ഗായ്സ്, ഞങ്ങളിവിടെ വിശ്രമിച്ചോണ്ടിരിക്കണേന്. ഞങ്ങള് ചിപ്സ് കഴിച്ചു, പിന്നെ വേറെ ഐസ്ക്രീം കഴിച്ചു, പിന്നെ ഫുഡ് കഴിക്കണം ഞങ്ങൾക്ക്. അതിന് മുൻപ് ഇവിടെ കുറച്ച് ഇരുന്നിട്ടൊക്കെ പോകാൻ വെച്ചാൽ 4:45 ബസ്. അതിനും ബസ്സുണ്ട്, അതിനുമുണ്ട് പോണെങ്കിൽ പോവാം. സോ വി തോട്ട് ദാറ്റ് ഫസ്റ്റ് മുഖ്യം ഇസ് ഫുഡ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യും. അതിനെ മൂഡ് ഓഫ് പോലെ മേക്കപ്പ് വേണ്ടിയാണോ? മേക്കപ്പ് പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണ്ടാവില്ല. ഞാൻ എന്തായാലും ബിഫോർ ആൻഡ് ആഫ്റ്റർ ടേക്ക് ചെയ്തിട്ടേക്കാം. സോ ഗായ്സ്, ഞങ്ങളിവിടെ ബിരിയാണി ഹാഫ് പറഞ്ഞല്ലേ. നിങ്ങൾ അതിരപ്പള്ളി വരാണെങ്കിൽ ഈ സ്പോട്ട് മറക്കണ്ട. കടയുടെ പേര് എന്തുകൊണ്ടാണെന്ന് നന്നൂടാ. ആ ഇത് വ്യൂ ആണ്. വ്യൂ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ഞാൻ ഓടും. ഇപ്പൊ ഞാൻ കോട കാണിച്ചു തന്നു. നല്ല കോടയുണ്ട് ഇവിടെ. ഇപ്പൊ സമയം എത്രയായി? സമയം അറിയില്ല സമയം അറിയില്ല. കോടയുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. 3 മണി കഴിയുമ്പോ തന്നെ ഇവിടെ നല്ല കോടയുണ്ട്. കോടയുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞു. നമ്മള് ഇത്ര ഇതായിട്ട് ഡേഞ്ചറായിട്ടുള്ള അതിവിടെ പോയിക്കൊണ്ടിരിക്കണം. ആതിരപ്പള്ളിയിലാണ് വന്നേക്കണ. വേറെ എവിടെയല്ല കഴിച്ച. കാരണം കോടയിട്ട് ഫുൾ മഴയും കോടയിട്ടപ്പോ ഒന്നും കാണാൻ വയ്യ. ഒരു നിങ്ങൾക്ക് ഈ ക്യാമറ കൂടി ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ട്രിപ്പ് ഏകദേശം തീരാറായി. ഞങ്ങൾ വീട്ടിലേക്ക് ടയേർഡായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ചാലക്കുടിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളം ബസ് കയറിയിട്ട് ആലുവയിൽ ഇറങ്ങും. ഞാൻ മെട്രോയിൽ പോകുമ്പോൾ അവള് അവിടെ നിന്ന് പോകും. ഞാൻ മെട്രോ കയറിയിട്ട് അവിടെ നിന്ന് വീണ്ടും പോകണം. ഞാൻ വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കര നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് നമ്മൾ ഉടനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യാം. ബൈ.